ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. ഇന്ന് നമ്മ രണ്ടിത്തമാര് വീട്ടിൽ പോണം. അപ്പോ രണ്ടാളവിടെ നാട്ടിലുള്ളൂ. അപ്പൊ അവർ രണ്ട് വീട്ടിലേക്കും പോയിട്ട് ജസ്റ്റ് സർപ്രൈസ് ആക്കുക. കുറച്ച് ദിവസമായി വല്യത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അവരൊക്കെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. അപ്പൊ നമുക്ക് അവർക്ക് ഒന്ന് കാണാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. കുട്ടിമുരുടെ അതിന് മഞ്ഞ വെള്ളം ഇപ്പൊ ഗൾഫിൽ നിന്നുകൊണ്ട് എന്ത് വെള്ളം എന്നറിയില്ല. ഇത്രയും ദിവസം പച്ചവെള്ളം അതെ വെള്ളം കിട്ടി. താങ്ക് യു. കുട്ടികളൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഷാള് ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. ബെല്ലടിച്ചിട്ട് ഞങ്ങൾ ഡോറിന്റെ അവിടെ അങ്ങനെ വിളിച്ചു നിന്നിട്ടാ. നോക്കും. അപ്പൊ ഞങ്ങൾ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ വിളിച്ചു നിന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പാതലുണ്ട് മാറി. മിന്നൂനും മിന്നക്കും കിട്ടിയ മെഡല് ട്രോഫി കാര്യങ്ങളാണ് വേണ്ട. ഇതാരും കിട്ടിയ എനിക്ക് ഇവൾക്ക് വേറെ എന്തിനോ മികച്ച ഉമ്മ കിട്ടിയൊന്നും ഉപകാരം. ഫോട്ടോ കണ്ടസ്റ്റിലാ എന്തൊരു ഫോട്ടോഗ്രാഫറാണ് ഗൈസ്. ഇതൊക്കെ ആയിരിക്കും ഈ മേലത്തെ അതെന്തിനാ? JRC കിട്ടിയാണ്. ഇതെന്തിനാ? പൊതുപരീക്ഷ മദ്രസല്ലേ? ഈ നീല കണ്ടല്ലോ മുന്നിന്റെ പച്ച JRC ആണല്ലേ? സ്പോർട്സ് മിന്നോ ഇതോ? മുന്നക്കില്ലേ? അപ്പോ ഈ ഫസ്റ്റത്തത് എൻ്റെ വലിയ മൂത്താപ്പ, അതിൻ്റെ അപ്പുറത്തുള്ളത് അതിൻ്റെ താഴെയുള്ള മൂത്താപ്പ, ഇത് ചെറിയ ആപ്പ, പിന്നെ ഈ സൈഡിലുള്ളത് ആണ് എൻ്റെ ഉപ്പ. അതിലില്ല. എൻ്റെ കൂടെയുള്ള അമ്മായിതാ. അപ്പൊ ഇതാണ് കേട്ടോ ബ്രദേഴ്സ്. പിന്നെ ഗൈസ് ഇതില്ല, ഈ പ്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്ന പ്ലേറ്റ്. പിന്നെ ഇത് രണ്ടാമത് ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്ന ബോർഡ്. ഇത് അതിൻ്റെ പൊള്ളാട്ടോ. ആദ്യമായിട്ട് കൊടുന്ന പ്ലേറ്റ്. അതെ, മിന്നൂനും മുന്നൊക്കെ ഒരേ മാറ്റ പ്ലേറ്റ്. പൊളിച്ച് എന്തോ തട്ടി പൊട്ടിച്ച്. എന്താ ഗ്ലാസ് ഇങ്ങനെ ചുറ്റി വന്നിട്ടാ ഇന്നിപ്പോ. ഇങ്ങനെ ചുറ്റിട്ട് വന്നേ. എന്നിട്ട് ഈ കണ്ണടന്റെ മുന്നിൽ നിന്ന് മാറുന്നു ചോള്. ഓരോ സെക്കൻഡില് കണ്ണട കണ്ടിട്ടാ. എന്നിട്ട് ഞാൻ ആദ്യമൊക്കെ കുത്തുവരുന്നത്. പക്ഷെ
ഇങ്ങനെ മുടി പറഞ്ഞാല് കൊറേ നെറ്റിട്ട് ഇങ്ങനെ പറഞ്ഞാല് എനിക്കങ്ങനെ മുഖം നീളം എനിക്ക് ഇഷ്ടല്ല. അതല്ല വാരിക്കെട്ടില്ല ഞാൻ അങ്ങനെ വാരി കെട്ടിയാൽ നെറ്റി കൂടുതൽ രസം. എനിക്കങ്ങനെ ഇഷ്ടല്ല. കെട്ടാൻ പറയാറ് അത് സാധാ ഷോൾ ഷോള ഇത് ഇങ്ങനെ വട്ടത്തിൽ കിട്ടുമ്പോ ഇങ്ങനെ കിട്ടുമ്പോ രസമില്ല. ഇതിപ്പോ ശരിക്ക് കണ്ടാൽ മനസ്സിലാവില്ല രസമില്ലാന്ന്. പക്ഷെ ഇത് ശരിക്കും രസമില്ല. നല്ലതൊന്നും പറ്റില്ല. ഒന്നും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഇങ്ങനെ കുത്തിയാന്നേ അവനെന്താണെന്നത് ഞാൻ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുത്തിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്റെ കൂടെ വരുമ്പോ മിനിനോട് മിന്നിനോട് പറയുമ്പോൾ ആരതിനോടിട്ട് മുടിയൊക്കെ ഒരേ തീർക്കും. കണ്ണാട്ടിൽ നോക്കിയിട്ട് അവനാന്റെ മുഖത്തിന് ഏതാ ചെയ്ത് അത് ഓക്കെ രസം കിട്ട മേനക്ക് പറഞ്ഞതാണ്. പിന്നെ വണ്ടി മുന്നേക്ക് മേനക്ക് പറഞ്ഞ രസം കിട്ടില്ല. മിനിയൊരു വട്ടമുഖല്ലേ അപ്പൊ ആ രസം ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. നീനുവിനെ അങ്ങനെ കണ്ടിട്ടില്ല. നീനു ഇങ്ങനെ ഷാള കുത്തി മക്കളെ കുത്തുമ്പോ നല്ല രസം കാണാൻ. ഞങ്ങള് കുറച്ചേരൊക്കെ ഇരുന്ന് ഇനി പോയിട്ട് ഇനി ആദ്യത്തെ വീട്ടിലും കൂടെ പോണം. കുട്ടിമോന്റെ വീട്ടിൽ പോണം. അപ്പൊ ഇനി തട വീട്ടിലും കൂടെ പോണം. എന്നിട്ട് നേരെ വീട്ടിൽ പോണം. ഉമ്മി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അതന്നെ എത്ര മാസായി നിങ്ങള് ഇവിടെ പോയിട്ട് എത്ര മാസായി? ഒരു മാസം ഓണത്തിന്റെ കൊറേ മുമ്പാണ്. ജൂലൈ ഓഗസ്റ്റ് ഓണം. സെപ്റ്റംബർ ഒക്ടോബർ സമയം നോക്കി ഇവളാഴ്ച കാഴ്ചക്ക് വരും കഴിച്ചു. ഇപ്പോൾ വന്നപ്പോ കുറച്ച് ദിവസമായി. ഇപ്പൊ ഞാൻ വന്ന് ഇത്തനെ കണ്ടില്ല. എന്ത് പറ്റിന്ന് അന്വേഷിക്കാവുന്നതാണ്. പോട്ടതാ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. ശരി കേട്ടാ. പോയി മുഖം എത്ര ഉണ്ടാവും നിനക്ക് ഇനി എപ്പോഴും വരണം. ഞാൻ അവര് വരുമ്പോ വരെ ഇൻഷാല്ലാ വരില്ല. പോയിട്ട് വരേ. അപ്പൊ ഇനി അടുത്ത വീട്ടിലേക്ക് പോകണം. ചെറിയ താൻ്റെ വീട്ടിൽ കേട്ടോ. വലിയ താൻ്റെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് പരിപാടിയില്ല, ജസ്റ്റ് വിസിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് മൂന്നാമത്തെ താൻ്റെ വീട്ടിലേക്കാണ്. അതായത് ചെറിയ താനെ 2 താനെ വീട്ടിലൊക്കെ പോകുന്നുള്ളൂ. അതിലേക്ക് ചെറിയ താനെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടെ അളിയൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അളിയൻ്റെ ഇതുവരെ വന്നിട്ട് പോയിട്ടില്ല. അളിയൻ നമ്മളെ വീട്ടിലേക്ക് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവര് പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം, ഉമ്മയും മിച്ചയും കൂടിയിട്ട്. ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടെ മതിൽ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തായി എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പം അങ്ങനെ പോയിട്ട് വരാം. നമ്മ എവിടെയോ ട്രിപ്പൊക്കെ വന്ന പോലെ മലമുകളിലെത്തിയല്ലോ. വീടൊക്കെ കിട്ടി അവിടെ. ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് ഇങ്ങനെ അറിയാൻ പറ്റില്ലല്ലേ. നല്ല രസമുണ്ട്. നമ്മ പെരുന്നാളിന് ഇതിലേക്കൂടെ അല്ലേ ചേർന്നത്? എന്തായാലും നല്ല രസമുണ്ട്. ലോകത്ത് ചെന്നപ്പോ പോലില്ല. റോഡുകള് ഫുള്ള് കയറ്റം ഇറക്കണ്ട. ഇങ്ങനെ കുത്തനെ കയറ്റം. പിന്നെ അങ്ങോട്ട്
ഇറക്കം എന്ന് പറഞ്ഞാൽ കുത്തനെ ഇറക്കം എന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ ഇറങ്ങി പോണം. അതൊക്കെയാണ് ടാസ്ക്. അന്ന് വണ്ടി ഓടിച്ചപ്പോഴെങ്കിൽ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരുന്ന് പോകുമ്പോഴും കാറിലൊക്കെ ഇരുന്ന് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ അന്ന് ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് റിസ്ക് ആണല്ലോ എന്ന്. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ളിങ്ങനെ നേരല്ലേ, ഒരു ബ്രിഡ്ജ് വരണം, ഒന്ന് പൊക്കം വരുന്നുണ്ടെങ്കിൽ റോഡ് ഫുള്ള് നേരാണ്. മനുഷ്യന്മാര് വളഞ്ഞിട്ടോ മതിട്ടാ, മതി മതി. എങ്ങനെ പറയുന്ന ചേച്ചി വായ കൊടുക്കണം കേട്ടോ. മൂന്നാമത്തെ തരവട്ടിക്ക് പോണതിന് ഫ്രൂട്ട്സ് വാങ്ങാൻ മിഠായിലെന്താ വേണ്ടത്. ലേസ കുർക്കുറ ഇവിടെ തൂക്ക ഇവിടെ എനിക്കറിയില്ലല്ലോ. ഞാൻ എന്ത് ഈ അനുമാനം മലയും കൊണ്ടുപോകണം. കറക്റ്റ് തന്നെ കമ്പനിയിലെ കൊടുക്ക ഹനുമാൻ മലയും കൊണ്ട് താടെ ചെറിയ തട വീട്ടിലേക്ക് ഇതാ. അവിടെ ഇപ്പോൾ മതിലിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. എത്ര ഇൻഷാനിക്ക് പണി? വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സലാം റെഡി. വാലൈക്കും സലാം. അങ്ങോട്ട് പോരെ, ഉള്ളിൽ കയറി പുതിക്ക അങ്ങോട്ടേ ഇങ്ങോട്ട് പോയിക്ക കിട്ടുന്നില്ല അവിടെ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. പിന്നെന്താ ഇവളാണെങ്കിൽ കെട്ടിച്ചാള് കേട്ടാ. എന്നെ തന്നെയാണ് കെട്ടിച്ചാള്. ചെക്കന്മാരുണ്ടെങ്കിൽ പറയാ ഇവളാട്ടാ. എന്നാണ് ഇവളെന്താ പറഞ്ഞു? കോഴിക്കോട് എന്നല്ല പറഞ്ഞേ? അല്ല യൂട്യൂബറാ. കോഴിക്കോട്. അവളെ കുറച്ച് സ്റ്റൈലാക്കി നോക്കിയാണ്. ഇല്ലല്ല, കുറച്ച് സ്റ്റൈലാക്കി പറഞ്ഞാണ് കോഴിക്കോടായതാണ്. ഇവിടെ കോഴിക്കോടൊന്നുമില്ലെന്ന് വെച്ച് അല്ല എന്ത് വെള്ളാണ്? ശരിക്കുള്ള ഓറഞ്ച് അതോ അങ്ങനത്തെ കളറാ? മാംഗോ. ഞാൻ നേരത്തെ വ്ളോഗിലെ പറഞ്ഞു അവിടെ പോയൊരു മഞ്ഞ വെള്ളം കിട്ടും. ഇപ്പൊ അളിയൻ കളിക്കുന്നു ഗൈസ്. പുറത്താണ് അല്ലേ? ഭയങ്കര നാണാണ് ഗൈസ്. ഉണ്ടാക്കി ചോന്നാ ദോശയും. എന്താള് കള്ളത്തരം കാട്ടിയാണ് സ്കൂൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ. സ്കൂളിൽ എനിക്ക് എന്താ കാരണം എന്താ? സ്കൂൾ എന്താ ഇല്ലാത്തന്ന് അറിയില്ലേ? അപ്പൊ എനിക്ക് പരിപാടികളൊന്നുമില്ല? കലോത്സവ നിങ്ങൾക്കൊന്നുമില്ല പരിപാടി? നമുക്ക് ഡയറ്റ് ചെയ്യാം. കഴിച്ചിട്ട് വന്നോട്ടെ. ഓള് മിഠായി കൊണ്ടുവല്ലോ. അതന്നെ ഷുഗർ ഡയറ്റ്. അപ്പൊ ഗൈസ് ഇത്താടെ സ്പെഷ്യൽ എന്താണിത്? ചിക്കൻ പോള. ഇതിന് ഇറാനി പോള നല്ല ഇറാനി പോള ഇത്താന്റെ സ്പെഷ്യലാണ്. ഇത് നമുക്ക് വ്ളോഗിൽ പറഞ്ഞോണോ? കുറെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തരും ഇറാനി പോള. എപ്പോഴൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കിട്ട് പറയാട്ടാ. പിസ്സ പോലെ സ്ലൈസ് ആക്കാം.
കഴിച്ച റിവ്യൂ അറിയണേ. രസമുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കണം. ഫസ്റ്റ് ഫ്രൈ ഒന്നല്ല. ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ ഒരു കുരുക്കടി ഉണ്ടാവാറുണ്ട്. അല്ല ഇവിടെ സ്പെഷ്യൽ ഇതാണ്. പിന്നെ സമൂസ. സമൂസ ഭയങ്കര ഇഷ്ടമാണ്. ബത്തക്ക് തിന്നിട്ട് വന്നിട്ടുള്ളൂ. വേണ്ടേ കഴിക്കേ. വാ ഇരുന്ന് ഞാൻ കഴിക്കട്ടിച്ചാ. വായയിലുള്ള വരുന്നുണ്ട്. വേണ്ടടി. അപ്പൊ ഇതാണ് മൂന്നാമത്തെ എത്താം. അല്ല എല്ലാ വ്ളോഗിലും കണ്ടല്ല. വ്ളോഗിലുണ്ടാവും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കള്ളത്തരങ്ങാറ്റോ രണ്ടാളും ക്ലാസ്സിലൊന്നും കള്ളത്തരാണ്. ടൂറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങോട്ടാ പോയത്? കണ്ട മൂന്നാറും ഇങ്ങടെ എന്താ ഈ കണ്ടേ ടൂറായിട്ട്? വലിയൊരു കാറ്റോ? കാറ്റാണ്. ഞങ്ങൾക്ക് പാടത്തേക്ക് ഇറങ്ങിയ പോലെ. പിന്നൊരു വലിയ പ്രതിമ കൊർത്തനും കൊർത്തി റിനുന്നിനും കൊർത്തനും കൊർത്തി പറഞ്ഞ റിനുന്നിനും ഇടുക്കി ഡാമുണ്ടോ? ഇതെന്താണ്ട് ഇതെന്നുണ്ട്. ഇത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇടുക്കി ഷാപ്പോ? വലിയൊരു മല കണ്ടില്ലേ? വലിയ മലത്ത് രണ്ട് മടലിന്റെ മലന്റെ സൈഡ് നടുക്ക് കൂടെ ആനപ്പാറ ആമപ്പാറ ആമപ്പാറ വലിയൊരു പാറ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ അരിഞ്ഞു പോണം. അപ്പൊ അതിലുള്ളവരൊക്കെ പോയിട്ടുള്ള കൊടുക്കും. അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലേ? ചെങ്ങായി ഉണ്ടായിരുന്നു. ഓനെല്ലാരും കളിയാക്കില്ല. അതിനുള്ളിൽ പോയാൽ കുടുംബം തന്നെ കുടുങ്ങിയ. നിങ്ങൾ എത്ര ഫാമിലി? 3 ഫാമിലിയോ? കള്ളിയമ്മ എന്നിട്ട് ഒരു 3 ഫാമിലിയായിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറിയിട്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്സമയം മാതൃഭൂമി ന്യൂസിൽ നിന്നും അസ്നത്തസീന. ഓളിട്ട് പോയിട്ട് കുട്ടികളെ പഠിപ്പിച്ചേന്നോ? അത് കാണുമ്പോ അത്ര വിളിച്ചോളൂ. കണ്ണുണ്ടോ? നോക്കട്ടെ. ഞാൻ വെച്ചോക്കിട്ടില്ല. കണ്ണടച്ചൊക്കെ പോവോ? ഈ കണ്ണടച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിനാണെങ്കിൽ ശരിക്കും കണ്ടത്. നോക്കട്ടെ. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ അച്ഛനാണ് ശരിക്കും കാണാൻ തുടങ്ങിയിട്ട്. അച്ഛനെ തപ്പി പിടിച്ചോളൂ. ആ ആട്ടെനിക്ക് കൊണ്ടുവരും. എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ കണ്ണാടാ. എനിക്കും കണ്ണാണ്ടില്ല. ഇവൾക്ക് ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ കണ്ണടച്ചോളാണ്. ഇവള് ഇത് പവർന്നല്ല, വെറുതെ സ്റ്റൈലാക്കി പോവാൻ വേണ്ടിട്ട് മാത്രം. ഇവക്ക് ഉണ്ടായിക്കോളൂ. സമയം ഉണ്ടല്ലോ. എനിക്ക് വെച്ചിട്ട് കണ്ണാണുണ്ടാ? കണ്ണാണുണ്ടാ? ബാഗ് ക്ലീനാക്കി പോണ നമുക്ക്. അതെ, തെളിവുണ്ടാവും. കണ്ണാണില്ലേ?
ഇവിടെ ഉറങ്ങാന്ന് പറഞ്ഞിട്ടാ തല ചെറിയ കുട്ടി പോയേക്കാം കാണിക്കാൻ പറ്റില്ല ഗൈസ് നേക്കടാണ് ഞങ്ങളെ ഇവോണെന്ന് ഗൈസ് ഗുഡ് മോർണിംഗ് ഇവോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് ഇവശേ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് തൊത്ത് പതിയൊന്ന് തൊത്തൂസ് എല്ലാം കണ്ണൊക്കെ തുറന്ന് ചിരിച്ചൊക്കെ വന്ന് ഇവാശ ഗുഡ് മോർണിംഗ് ആരൊക്കെ വന്നേക്കണേ ഇവ ആരോ വന്നേക്കണ ഉറക്കുന്ന ഏൽപ്പിച്ചാന് ഇവ മോളെ ഇവശേ ഒരു ഹായ് എടുത്ത ഇവമോളെ അവിടെ വാ ഇവ ഇറങ്ങി കേട്ടാ ഉറക്കാൻ പോണി നീ കെടുത്തിക്കോട്ടോ കുട്ടീനെ കണ്ണടച്ചേ ഉറങ്ങി ഇവ അതേപോലെ കണ്ണടച്ച ഉറങ്ങിക്കോട്ടോ ഇവ ഉറങ്ങിയോ അസ്സലാമലൈക്കും ഞാൻ നോക്കിട്ട് കണ്ടത് പോറക്കണ്ടില്ലേ പോട്ടെ കൂടെ വരുന്നുണ്ടോ വണ്ടിമ പോവാ അടിച്ച പോട്ടെ ആ പൈസ എടുത്താ ഓർമ്മിപ്പിക്കാൻ ഇവിടെ വന്നാൽ എപ്പോഴും ഇത്ര കഴിഞ്ഞിട്ട് പൈസ അതല്ല കേട്ടോ അവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ ഇത് കുറെ പൈസ അപ്പൊ കുറിണ്ടെന്നപ്പോ എല്ലാരും അമ്മി പറഞ്ഞിട്ടുണ്ട് 1000 ഇങ്ങടെ തന്നെ തിരിച്ചോണ്ടിരുന്നെന്ന് കൊടുക്കൂലേ നോക്കട്ടെ ചെലവല്ല ഇവിടുന്ന് അവിടെ എത്തോളം നമുക്ക് നോക്കണം പൈസ ഇവിടെ ഒരു ചെലവാവില്ല നാടും വന്നോ മൊക്കും ഈറിയൊക്കെ പാടെ നോക്ക് എന്റെ ഈറി മൊക്കും
എന്റെ പാപ്പുട്ടിയെ ഞങ്ങൾ ഒന്നേ ഞങ്ങൾ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ബാബു 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 കൊണ്ട് കണ്ണടോണ്ട് കണ്ണടോണ്ട് തരാൻ പറയും അന്നാ നമ്മൾ ശരിക്ക് ആൺകുട്ടികളെ പോലെയാണ് മുടിയൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കന്നഡ മര്യാദക്ക് കന്നഡ ഇത് ഞങ്ങളതാ ഇത് ഞങ്ങളതാ ഗിം ബാക്ക് ബാക്ക് ആരുടെ അടുത്തേക്ക് പോണോ കേട്ടോ ആയി കൺഫ്യൂഷൻ ആയിട്ടാ ഇച്ചിരി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് ഉറക്കത്തിലാണ് അതാണ് മനസ്സിലായില്ല ആരാ ഞങ്ങൾ പോവാൻ പോണ്. കുറച്ചേരായി വന്നിട്ട് പള്ളിയനൊക്കെ വന്നിട്ടുണ്ട്. പള്ളിയനൊക്കെ കണ്ടു. ഞങ്ങൾ വന്ന പള്ളിയുണ്ടായിരുന്നില്ല. പള്ളിയൻ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. പള്ളിയനെ കണ്ട് അപ്പൊ ഞങ്ങള് പോണ് പോട്ടെ. ഉറക്കന്ന് വിളിച്ചോണത്തി കേട്ടോ. നല്ല ഉറക്കത്തിന് ഞങ്ങൾ പക്ഷെ കരഞ്ഞൊന്നും ഇല്ല കേട്ടോ ഉറക്കത്തിന് എണീക്കാന്. നോട്ടെ പോണ് ഇവനായിട്ട് പോണ്. പോവാണ് അല്ലേ പോവാ ചേട്ടാ ഇവനെ കയറ്റിട്ടെ. ഇത് മിരിക്കട്ടെ സമ്മതിക്കണില്ല. അവള് വരുന്നില്ല. സമ്മതിക്കണില്ല. ചേട്ടടിക്കവാ ഇവ ഇവ ഇങ്ങോട്ടുണ്ടോ? പള്ളിയിലും റിനും ഇത്ത ഞങ്ങളൊന്ന് പോയിട്ട് വേണമെന്ന് ഫുഡ് കഴിക്കാനുള്ളത് ഇല്ലാട്ടോ. ദേഷ്യത്തിരിക്കണത് ആണ്. എന്റെ നോട്ടം കണ്ടാലോ ഒന്ന് പോവോന്ന്. ഇത്തട ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു ടാങ്കർ മറന്നു കിടക്കണം. ഫുൾ ലോഡാട്ടാ. എന്താ സംഭവിച്ചെന്നല്ല, ഇവിടെ ഒരു വളവാണ്. വേറും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. അറിയാത്ത കാര്യം പറഞ്ഞു വരുമ്പോഴോ അതിന്റെ ഒരു പീസ് വേറെ കിടക്കണോടെ എങ്ങനെ കൊണ്ടിരിക്കത് എല്ലാരും നോക്കിക്കൊണ്ടിട്ടോ. അല്ല ഇത് എന്ത് കിട്ടിയായിരിക്കും ആ മതിലൊക്കെ നോക്കി. വീട്ടിലെത്തി നല്ല വിശപ്പെട്ടാ. പുട്ടുണ്ടായിരുന്നു, മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്, മത്തിക്കറിയും മത്തി പൊരിച്ചു. നമ്മളെന്താ പറയാ ചാളക്കറിയും ചാള പൊരിച്ചു. മുളകിട്ട ചാള ഇത്ത കൊറേ ഇത്തമാര് രണ്ടുപേരും പറഞ്ഞു കൊറേ കഴിച്ചോന്ന്. ഞാൻ കഴിച്ചില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.